ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള കിഴങ്ങ് പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കിഴങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ. അപ്പോൾ ഈ ഒരു കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ കപ്പ പൊരിച്ചത് നമുക്ക് തലശ്ശേരിയിലും മാഹിയിലൊക്കെ ചായക്കടയിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ കപ്പ പൊരിച്ചത് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിൻ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ കപ്പ കഷ്ണങ്ങളൊക്കെ അതിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അത് ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാനതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതൊക്കെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് കുക്കായി കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കപ്പ പൊരിച്ചത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിങ്ങനെ സ്റ്റീം ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചധികം സമയം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടതായിട്ട് വരും. അധിക സമയമൊന്നും സ്റ്റീം ചെയ്യേണ്ട കാര്യമില്ല. 5-10 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഇതങ്ങനെ എരിവുള്ള ഒരു ചായക്കടിയല്ല. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. കാരണം ഈ ബാറ്റർ അധികം ലൂസായി പോകാനും പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് കിഴങ്ങ് പൊരിച്ചത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴായിരിക്കും ആ ഒരു നാടൻ രുചി നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കപ്പ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ചൂടായ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഈ കപ്പ കഷ്ണങ്ങളൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കാരണം അധിക സമയമൊന്നും ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്റ്റീം ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ അധിക സമയം ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഉള്ളിലുള്ള കപ്പയൊന്ന് കുക്കാവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇതാണെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തത് കാരണം അധിക സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കിഴങ്ങ് പൊരിച്ചത് നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.